എന്നോട് ആരിഫ് പറഞ്ഞത് എനിക്ക് ഓർമ്മ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് കുറച്ചുകൂടി പറയണമെന്ന്. ഏതൊരു വളരെ സന്തോഷം. കാരണം ഇത് ഞങ്ങളൊക്കെ ഈ ചെറുപ്പത്തിൽ മുഹമ്മദ് മൗലവീൻ്റെ മക്കളപ്പോൾ ഈ പറഞ്ഞൊക്കെ എൻ്റെ അക്കാക്കിയാണ്, പിന്നെ ഞാനാണ്, പിന്നെ 8 പേരാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങൾ 1 2 3 4 ആൾ ഇവിടെ വന്നു, പിന്നെ ഞങ്ങൾ അളിയനും വന്നു. ബാക്കിയുള്ളവരൊക്കെ വിദേശത്തും മറ്റൊക്കെയാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. പിന്നെ വാപ്പ മുഹമ്മദ് മൗലവി, വീരാ മുസ്ലിയാർ, പിന്നെ മുഹമ്മദ് മൗലവി അതിൽ ടേബിൾ കണ്ടില്ലേ, വീരാ മുസ്ലിയാർ, മുഹമ്മദ് മൗലവി, പിന്നെ വാപ്പൻ്റെ ഉമ്മ വേറെയാണ്, ആമിന എന്ന് പറഞ്ഞ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കാരശ്ശേരിയൊക്കെയാണ് മക്കൾ താമസിക്കുന്നുണ്ട്, താത്തൂരുണ്ട്. വാപ്പ എന്താ പറയുക, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ പാൻറ് ഇട്ടിട്ട് നിങ്ങളെ വേറൊരു കോലം അരീക്കോട് നിന്ന് വന്നവരൊക്കെ. അതെന്താ വെച്ചാൽ വാപ്പ അവിടെ പിന്നെ വാഴക്കാട് അവിടെ ഓതാനൊക്കെ പോയി, അവിടെ പഠിച്ച് അവിടെ അഫ്ദൽമയൊക്കെ പാസ്സായി അരീക്കോട് ജോലി കിട്ടി. അങ്ങനെയാണ് ഉമ്മാനെ വാപ്പ അവിടുന്ന് ഉമ്മാനെ കല്യാണം കഴിക്കുകയാണ്. ഉമ്മ പറഞ്ഞാൽ അരീക്കോടത്തെ ആദ്യമായിട്ട് സ്കൂളിലും ആദ്യമായിട്ട് SSLC 10ാം ക്ലാസ് പാസ്സായ ആളാണ് ഞങ്ങളെ ഉമ്മ. വേറെ ആരും അന്ന് ഒരു SSLC സ്കൂളിലൊന്നും പോയില്ല. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യം ഉമ്മയായിരിക്കും SSLC കഴിഞ്ഞത്. കാരണം അന്നൊന്നും പെൺകുട്ടികളൊന്നും പഠിക്കാനൊന്നും പോകില്ലല്ലോ, പെൺകുട്ടികൾ പഠിക്കാൻ പോകാൻ പാടുമില്ല. അങ്ങനെ എൻ്റെ കാക്ക വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് എന്തായാലും പഠിക്കണം, ആണായാലും പെണ്ണായാലും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനെ പറഞ്ഞയച്ച്. ഏതായാലും ഉമ്മ പോയി, പിന്നെ തിരൂരൊക്കെ പോയി പഠിച്ച് അവിടുന്ന് TTC പാസ്സായി, അരീക്കോട് വന്ന് ഉമ്മ ടീച്ചറായി. അങ്ങനെയാണ് വാപ്പ ഉമ്മാനെ കിട്ടുന്നത്. അതിൻ്റെ ശേഷം പിന്നെ വാപ്പ മമ്മൂലിയർ എന്നൊക്കെ പറഞ്ഞ മമ്മൂലിയരുണ്ടല്ലോ, പിന്നെ ആയിഷുമ്മ ടീച്ചർ പറഞ്ഞ ടീച്ചറെ കല്യാണം കഴിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അരീക്കോട് താമസമായി. പിന്നെ എല്ലാവരും പഠിപ്പിക്കണം, വാപ്പാക്കും ഉമ്മാക്കും അങ്ങേറ്റത്തെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ സ്കൂളിൽ കോളേജിൽ ഫറൂഖ് കോളേജിലൊക്കെ കഴിഞ്ഞ് അലീഗറിലെത്തി. ആദ്യമായിട്ട് അരീക്കോട് നിന്ന് അലീഗറിൽ പഠിക്കാൻ, ഡൽഹിക്കടുത്ത് അലീഗറിൽ പഠിക്കാൻ പോയ രണ്ടാളാണ് ഞങ്ങൾ. അവിടുന്ന് ഞങ്ങൾ പഠിച്ച് പിന്നെ ജോലിയൊക്കെ കോളേജിലായി. കാക്ക മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ, ഞാൻ PSMO തിരുവങ്ങാടിയിലും, പിന്നെ അരീക്കോട് പ്രിൻസിപ്പളൊക്കെ ആയി. പിന്നെ ഒക്കെ ടീച്ചർമാർ, ഒക്കെ മാസ്റ്റർമാർ. ഞങ്ങൾ അനിയന്മാർ ഫറൂഖ് കോളേജിലെ പ്രൊഫസറാണ് യൂസുഫ് അലി, വേറൊരാൾ എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചറായിരുന്നു, വേറെ ഇപ്പോൾ ഒരാൾ മസ്കറ്റിലെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറാണ്. ഇവരൊക്കെ ടീച്ചർമാരാണ്. അതാ ഫാത്തിമ, അവളെ ജ്യേഷ്ഠത്തി ആമിന, അതിൻ്റെ താഴെയുള്ള നജീബ, ഒക്കെ എല്ലാവരും അധ്യാപക കുടുംബമാണിത്. അപ്പോൾ ഇത് വലിയൊരു, എന്തിനപ്പം നമ്മളിങ്ങനെയൊക്കെ കൂടുന്നത് നിങ്ങൾ ആലോചിക്കണോ? ഈ കൂടുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഗുണം? ഒന്ന്, നമുക്ക് പരസ്പരം എല്ലാവരും ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത പലരും നമ്മൾ കണ്ടു, ചിലരൊക്കെ നമുക്ക് ആദ്യം അറിയാം. പക്ഷെ എങ്ങനെ പരസ്പരം നമ്മുടെ ബാപ്പാൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക, ഇസ്ലാമിൽ തന്നെ ഒരു സൽക്കർമ്മമാണ്. നമ്മളെ ബാപ്പാരെ അടുത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ബാപ്പാർ, നമ്മുടെ ഉമ്മാർ, അവരുടെ അടുത്ത ആൾക്കാർ, അവർ ബന്ധപ്പെട്ട ആൾക്കാർ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുക, അവരെ പോയി സന്ദർശിക്കുക, അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുക. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടേ? നമ്മളിപ്പോൾ ജീവിക്കണത് എന്തിനാണ്? നമ്മൾ മരിച്ചു പോകില്ലേ? ജീവിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വർഗം കിട്ടണം എന്നുള്ളതാണ്. സ്വർഗം കിട്ടണം. നമ്മൾ അള്ളാഹ് സൃഷ്ടിച്ചെന്തിനാ? മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് എന്നെ ആരാധിക്കാനല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മളിവിടെ ഇവിടെ ജനിച്ചത് തന്നെ എന്തിനാണ്? അള്ളാഹിനെ ആരാധിക്കാനാണ്, എന്നിട്ട് സ്വർഗം കിട്ടാൻ. നേരത്തെ നമ്മളെ പിന്നെ അബ്ദുറഹ്മാൻജി അധ്യക്ഷൻ അല്ലേ, ആരാ അബ്ദുറഹ്മാൻജി പറഞ്ഞു, നമ്മൾ നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകും നിങ്ങൾ വിചാരിക്കണ്ട. നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോവില്ല. നമ്മൾ ഈ ബന്ധം, കുടുംബ ബന്ധം, നമ്മളെ പെരുമാറ്റം, ഇതൊക്കെ പ്രധാനമാണ്. സഹായിക്കുക, ഇതെല്ലാം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞാണ്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുക, അള്ളാഹിനെ ആരും പങ്കു ചേർക്കരുത്, നമസ്കരിക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കുക, പിന്നെ കുടുംബ ബന്ധം ചേർക്കുക. അതിൽ പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞാണ് വളരെ സിലത്തുർ റഹ്മ് എന്ന് അറബിയിൽ പറയും. സിലത്തുർ റഹ്മ്, നമ്മൾ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വല്യമാരും ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നമ്മളിങ്ങനെ വാപ്പ ഇങ്ങനെ പറഞ്ഞേക്കാം, താത്തൂര് ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാ കൊല്ലും സ്കൂൾ പൂട്ടിയാൽ വാപ്പ ഞങ്ങൾ രണ്ടാളെയും പിന്നെ ഇവരൊക്കെ ഞങ്ങൾ കയ്യും പിടിച്ച് ചെറുവാടി കൂടെ ഇങ്ങനെ പയമ്പറമ്പ് കയറി അങ്ങനെ ചെറുവാടി പുഴ കടന്നിട്ട് ആണ് ഞങ്ങളിവിടെ ചിറ്റാലാക്കൽ മുന്നൂരൊക്കെ വരിക. ചിറ്റാലക്കൽ നാട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങൾ പറയാം. നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്, വാപ്പാൻ്റെ നാടാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ 300 അസേനാജിൻ്റെ
അവിടെ ഇപ്പോൾ 300 പാഴൂർ, പിന്നെ ഇവിടെ പിച്ചുണ്ണിയാക്ക, പിന്നെ ഈ എറക്കോട്ട് ജില്ല മുത്താപ്പ, പിന്നെ വേറൊരു മുത്താപ്പ, കിഴക്കേലെ മുത്താപ്പ, ഇതൊക്കെയാണ്. അപ്പോൾ ആ നിലക്കൊക്കെയാണ് ഞങ്ങളുടെ ബന്ധം. അത് ഇങ്ങനെ ഇത്ര ഇടങ്ങേറായി കണ്ടില്ല, നിങ്ങളെല്ലാവരും വരുന്നതാണ്. എന്തൊരാവേശമാണ് ഇതല്ലാതെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ വലിയൊരു അനുഗ്രഹമല്ലേ? ഇതിൻ്റെ അവസരം എനിക്കിതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ത ഒന്ന്. ഇതിൻ്റെ കാരണക്കാർ ഈ ഒരു കൂടലിൽ നമ്മളെ ഇത് എത്തിച്ചത് ഒന്ന് നമ്മളെ മാവൂരളി എന്ന് പറഞ്ഞ അവിടുന്ന് തുടങ്ങിയത്, അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവിൽ നിന്നാണ് ഇപ്പോൾ ഇവരെ ജലീലും പിന്നെ അതുപോലെ തന്നെ മീരാൻകുട്ടിയല്ലേനോ, മീരാൻകുട്ടിയാക്കിയും പിന്നെ നമ്മുടെ ഹബീബും സദക്കത്തുള്ളയും പിന്നെ ജബ്ബാറും ആരിഫിനെ സ്ഥിരമായിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുന്നതാണ്. ഇവരൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ അന്വേഷിച്ച് വന്ന് ചരിത്രം അന്വേഷിച്ച് വരിക. അത് വലിയൊരു സംഗതിയാണല്ലോ ചരിത്രം. ഇതിന് രേഖ ഉണ്ടായാൽ അത് വലിയൊരു കാര്യമായി. ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ട സംഗതി നമ്മൾ ഈ ഒരു കൂടൽ ഇത് തുടർന്നാൽ മാത്രം പോരാ. നമ്മളെ കുടുംബത്തിൽപ്പെട്ട കുറേ കുടുംബങ്ങളുണ്ടല്ലോ, അതിൽ പഠിക്കാൻ പറ്റാത്തവർ, പഠിക്കാൻ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ എല്ലാവരും നല്ല പണക്കാരൊന്നുമല്ല, എല്ലാവരും ജീവിക്കാൻ വകയുള്ളവരുമല്ല. മക്കളൊക്കെ ഉണ്ടാവും, പക്ഷെ പലരും പല ബുദ്ധിമുട്ടിലാണ്. നമ്മൾ ഈ കമ്മിറ്റി ഒന്ന് ശരിക്ക് ഇത് മുന്നോട്ട് പോകണം. അതിന് കുടുംബങ്ങളെ പറ്റി പഠിക്കണം. അവിടെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണമല്ലോ, നമ്മൾ ഈ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരെയും പഠിക്കാൻ പറ്റാത്തവരൊക്കെ കണ്ട് അവരെ പഠിപ്പിക്കാൻ അയക്കണം. അവർക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ തന്നെയല്ലേ നമ്മൾ സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ. ഇപ്പം നേരത്തെ ആരോ പറഞ്ഞില്ലേ, നമുക്ക് സാലിഹായ മക്കൾ, പിന്നെ നമ്മൾ ചെയ്ത കർമ്മം, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുള്ളൂ. മരിച്ച് നമ്മളെ കൂടെ പോരുക ഒന്ന്, പിന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, അത് നമ്മളെ കൂടെ പോരും. വേറെ എല്ലാവരും മടങ്ങിപ്പോവും. നമ്മളെ സമ്പത്ത് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്യില്ല, ആർക്കും അറിയില്ല. എല്ലാവരും ഇങ്ങനെ പണം ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടി വെക്കും. അത് അവർക്ക് മരിച്ച് എന്നാൽ ഗുണം കിട്ടണ്ടേ? ഗുണം കിട്ടിയെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവിടേക്ക് ഗുണം കിട്ടും. പിന്നെ നല്ല കുട്ടികൾ ഓല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു സംഗതി ഇത്ര മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഒന്നുകൂടി ഈ സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ സംസാരം കേട്ടപ്പോൾ ഞാനിങ്ങനെ വളരെയധികം ഞങ്ങളിങ്ങനെ അങ്ങേയറ്റം മുഹമ്മദ് മൗലവി ഇങ്ങനെ വരും, മാസത്തിലൊരിക്കൽ അരീക്കോട് നിന്ന് വരും, തോൾപടർ മുണ്ടുണ്ടാവും. എന്നിട്ട് ആദ്യം പിന്നെ അവിടെ പോകും. വാപ്പയ്ക്ക് ചില സ്ഥലങ്ങളുണ്ട്, പിച്ചുണ്ണിയാക്കാൻ്റെ അവിടെ, കേക്കയിൽ, എറക്കോട്ട് ചോലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞങ്ങളങ്ങനെ കൊണ്ടുപോകും, ഞങ്ങളങ്ങനെ പരിചയപ്പെടുത്തും. ഞങ്ങൾ ഇങ്ങനെ പായയിൽ ഞങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങോട്ടേക്ക് ഇവിടെ എത്തിയില്ല, നമ്മുടെ ചിറ്റാലക്കല്ലേ ഇങ്ങോട്ട് പോകുന്നതിന് പറയും, പക്ഷേ ഇവിടെ എത്തി കാണുന്നില്ല. അല്ല, കേക്കയിൽ ബഷീർ ഇവിടെ ഉണ്ട്, ബഷീർ മാഷുണ്ട്. പിന്നെ അങ്ങനെ ഏതായാലും പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മുടെ സഹോദരന്മാരെ, സഹോദരികളെ, വാപ്പ, വല്യാപ്പ, എല്ലാവരും നിങ്ങളൊക്കെ നമ്മളെ മൂത്തന്മാരും വല്യമാരൊക്കെയാണ് കേട്ടോ. 73 വയസ്സ് എനിക്കുമായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.